ഈ സെഷനിൽ നമ്മൾ റെസ്പിറേറ്ററി കോഷ്യന്റ് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് ചോദിച്ചാൽ, see here the volume of carbon dioxide evolved per volume of oxygen consumed, that is called as the respiratory quotient. Means during the respiration സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യുന്നതിന്റെ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നതിന്റെ റേഷ്യോയ്ക്കാണ് നമ്മൾ എന്ത് പറയാ, റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയാം. നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് ഗ്ലൂക്കോസ് മോളിക്യൂൾ, ഗ്ലൂക്കോസ് ആണ് നമ്മുടെ മേജർ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അല്ലെ. C6H12O6 in the presence of 6 oxygen, it will be converted to 6 carbon dioxide, 6 water molecule and energy. So there we can see 6 oxygen consume ചെയ്തിട്ടുണ്ട്, 6 carbon dioxide evolve ചെയ്തിട്ടുണ്ട്. So respiratory quotient of carbohydrate it is 1. So here in the case of fat, if we see the fat molecule, it will show the respiratory quotient less than 1. അതിനകത്ത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Tripalmitin is a fat molecule. It consists of its chemical formula is C51H98O6. That is the chemical formula of tripalmitin. In the presence of 145 oxygen, when it undergo respiration, it will evolve 102 carbon dioxide. എന്ന് പറഞ്ഞാൽ 102 ഡിവൈഡഡ് ബൈ 145 അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് 102 ഇവോൾവ് ചെയ്യുമ്പോൾ 145 ഓക്സിജൻ കൺസ്യൂം ചെയ്തിട്ടാണ്. സോ ദ റെസ്പിറേറ്ററി കോഷ്യന്റ് ഇറ്റ് വിൽ ബി അറൌണ്ട് 0.7. And we can see in the case of protein when it undergo respiration, it show the respiratory quotient as 0.9. 0.9 ആണ് പ്രോട്ടീൻ്റെ റെസ്പിറേറ്ററി കോഷ്യന്റ് എന്ന് പറയുന്നത്. Now we can see the respiratory coefficient of organic acid. ഇത്രയും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ 1 ആണ്, ഫാറ്റിന്റെ വന്നിട്ട് it will be less than 1. And here one example, it has given as tripalmitin, that is 0.7. Protein respiratory coefficient is 0.9. That means oxygen the oxygen consumption, it will be more as compared to carbon dioxide evolution. Okay, so in the case of respiratory quotient of organic acid ന്റെ respiratory coefficient എന്ന് പറയുന്നത് എപ്പോഴും organic acid respiratory coefficient is always more than 1. ഒന്നേ കൂടുതലായിരിക്കും ഓർഗാനിക് ആസിഡിന്റെ ഒക്കെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം, കാരണം ഇതൊരിക്കൽ നീറ്റ് എക്സാമിൽ ചോദിച്ചാണ്. വാട്ട് ഈസ് ദ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് ഓഫ് മാലിക് ആസിഡ് എന്നാണ് ചോദിച്ചത് കേട്ടോ. സോ ഹിയർ മാലിക് ആസിഡ് ദ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് ഈസ് 1.33. 1.33 is the respiratory coefficient of malic acid. എന്ന് പറഞ്ഞാൽ എന്താ, വളരെ കുറച്ച് ഓക്സിജൻ ആണ് യൂസ് ചെയ്യുന്നുള്ളൂ ആസ് കമ്പയർഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് എവല്യൂഷൻ. അതേപോലെ ടാർട്ടാറിക് ആസിഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് 1.6. ടാർട്ടാറിക് ആസിഡിന്റെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1.6 ആണ്. അതേപോലെ തന്നെ ഓക്സാലിക് ആസിഡിന്റെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 4 ആണ് കേട്ടോ. ഓക്സാലിക് ആസിഡ് റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് ഇറ്റ് ഈസ് 4. അപ്പോൾ ഓർഗാനിക് ആസിഡിന്റെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആണ്. അതേപോലെ നമ്മൾ ലിവിങ് ഓർഗാനിസം എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് ഇറ്റ് വിൽ ഷോ ഓൾവേസ് മോർ ദാൻ 1, ബിക്കോസ് പ്യുവർ ഫാറ്റും പ്രോട്ടീനും ഒന്നും കംപ്ലീറ്റ് സബ്സ്ട്രേറ്റ് മോളിക്യൂളായിട്ട് റെസ്പിറേഷനിൽ യൂസ് ചെയ്യുന്നില്ല. സാധാരണയായിട്ട് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ അതുപോലെ ഓർഗാനിക് ആസിഡ്സ് ഒക്കെയാണ് റെസ്പിറേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതലൊക്കെ ആയിരിക്കും നമ്മുടെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് സാധാരണ ലിവിങ് ഓർഗാനിസത്തിൽ കാണുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസ്പിറേറ്ററി കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏതെങ്കിലും ഒരു പോയിന്റ് എന്തെങ്കിലും ഡൗട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നാൽ യു ക്യാൻ ജസ്റ്റ് കമന്റ് ഇൻ ദാറ്റ്. ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇൻ ദ കമന്റ് ബോക്സ്. ഐ വിൽ എക്സ്പ്ലെയിൻ യുവർ ഡൗട്ട്സ്. അപ്പോൾ നമ്മളിനി അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, സോ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് ഈസ് ഓവർ ഇൻ ദിസ് സെഷൻ.